ഇന്നലത്തെ നോമ്പുറക്കലിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബോക്സ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വന്നവർക്കും അല്ലാതുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ ചിക്കൻ പൊരിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരുത്തൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ ഒരു പോക്കറ്റ് കീറിപ്പോയെന്ന് പറഞ്ഞ് വന്നത്. പിന്നെ ഞാൻ വേഗം എൻ്റെ ഈ ഒരു നൂലിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് അതിൽ നിന്ന് ഏകദേശം മാച്ചായിട്ടുള്ളൊരു നൂല് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് തുന്നി കൊടുക്കണം. അപ്പോൾ പിന്നി വെച്ചിട്ട് അല്ലെങ്കിൽ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ മേത്ത് കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഉമ്മാനെയും ഇവൻ്റെ സ്ഥാനത്ത് എന്നെയാട്ടോ ഓർത്തത്. ഞാൻ പണ്ട് എന്ത് ക്ലാസ്സിൽ പോകുന്ന നേരത്തും എന്തെങ്കിലും സാധനങ്ങൾ ഒന്നല്ലെങ്കിൽ എൻ്റെ കാണാതാവും, അതല്ലെങ്കിൽ ഇതുപോലെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ അതിന് വെച്ച് വാശി കാര്യങ്ങൾ നൊളോളി എൻ്റെ ഉമ്മാനെ സമ്മതിച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ എന്നെ ഡീൽ ചെയ്ത് കിട്ടിയാൽ. പിന്നെ എനിക്ക് ഇവന്മാരെയൊക്കെ ഡീൽ ചെയ്യാൻ നല്ല കഴിവാണ്. കാരണം എൻ്റെ അത്രയും ഇതൊന്നും ഇവന്മാർക്കില്ല, വാശിയും കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഇവന്മാർക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇവന്മാരെ ഡീലാക്കാനുള്ളൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ 90s കിഡ്സിനും അങ്ങനെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഉമ്മക്ക് ഒരു പാവായിരുന്നു കേട്ടോ. പിള്ളേരുടെ ആ ഒരു വാശിക്കൊക്കെ നിന്ന് തരും. അതല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു. നമ്മൾ ഇതിലും വലുത് കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ അതെ ആളെ ഞാൻ നല്ല കൂളാക്കി വേഗം ആ ഒരു ഷർട്ട് സെറ്റാക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബട്ടൺസൊക്കെ ഇട്ട് ടൈയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് റെഡിയാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇത് രണ്ടുപേരും നോമ്പ് പിടിച്ചിട്ടാണ് സ്കൂളിൽ പോണത്. അപ്പോൾ ആൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നോമ്പ് പിടിച്ചിട്ട് സ്കൂളിൽ പോണത്. എനിക്ക് അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. പിന്നെ എക്സാം ആയതുകൊണ്ട് ഹാഫ് ഡേ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് വരാൻ പറ്റും. അപ്പോൾ അതെ രണ്ടുപേരും സലാം പറഞ്ഞ് സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ ഇത്ര മാന്യമായിട്ടാണല്ലോ ഇവർ പോണത്. കുറച്ചങ്ങനെ നീങ്ങിക്കഴിയുമ്പോൾ കാണാം കേട്ടോ ഇവരുടെ തനി സ്വഭാവം. രണ്ടുപേരും ആ വഴിക്ക് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉന്തലും തളലൊക്കെ ആയിട്ട് പോകും. സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവർ വിട്ടിട്ടാണ് എനിക്ക് ബാക്കി കലാപരിപാടികൾ ചെയ്യാനായിട്ട് അടുക്കളയിൽ. അപ്പോൾ ഓക്കെ ബൈ. നെക്സ്റ്റ് പാട്ടിൽ ബാക്കി വിശേഷം പറയാം.